Islamic education, the ideal word envisaged by Marcus, is a word where charity is inherent to life itself. I compliment and congratulate the office bearers and members of the Jamia Marcus and thank them for inviting me to participate in this historical function. Before I came here, I had a very poor knowledge about Marcus, I must admit. But after I came here, the ideal which Abu Bakr and his associates has taken up in his hand and then tried to promulgate the whole of India from this great institution is something which is very laudable. In fact, I was amazed. I must say I was amazed and amazed. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി എഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മർക്കസ് ഇഖ്റാം കമ്മ്യൂണിറ്റി കോളേജിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നരന്തിയോടുകൂടി നിർവഹിച്ചതായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സമുദായത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കഠിനമായി പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിൽ അപൂർവം ചില ഒരാളാണ് ശ്രീ ഉസ്താദ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ഒരു സമുദായത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മഹാപ്രസ്ഥാനമായി തന്നെ നിലകൊള്ളുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. I was amazed to see this institution has grown from 250 students to 12,000 students today, and much more. A lot of free education to the poor and orphan has been given here. It's really a wonderful service done by our Ustad. I had the privilege to interact with the eminent Sheikh Abu Bakr. What he has done for more than 3 decades is simply awesome. I congratulate you for this event and for this nice organization, and I thank you again to give me this opportunity to be with you and to participate in this great event. Thank you very much. മൗലാന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥമായ നേതൃത്വം കൊണ്ടും ഈ സ്ഥാപനം 33 വർഷം കൊണ്ട് ഒരു 300ഓളം വർഷത്തിന്റെ വളർച്ച എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ രംഗത്ത് അത് എല്ലാ മേഖലകളിലും, ആരോഗ്യ രംഗത്താണെങ്കിലും എഞ്ചിനീയറിംഗ് മേഖലയിലാണെങ്കിലും മറ്റു വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആത്മീയപരമായ പഠനത്തിലാണെങ്കിലും അങ്ങേയറ്റം നേതൃത്വപരമായ പങ്കാണ് എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ മാത്രമല്ല, ഇതതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. പരിശ്രമിക്കുകയും എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഉന്നതയിലേക്ക് ഇവരെ കൊണ്ട് ആയിരങ്ങൾ ഈ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എവിടെയാണ്, എങ്ങനെയാണ് നാം ഉപയോഗിക്കുക എന്നെനിക്ക് മനസ്സിലാകുന്നതിനുള്ള ബന്ധം, എ.പി. ഉസ്താദുമായിട്ടുള്ള ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സൂര്യാസ്തമയത്തിന്റെ വർണ്ണശബളിമയിലേക്ക് മഗ്രിബ് ബാങ്കിന്റെ ശബ്ദവീചികൾ അലൗകികനാദമായി അന്തരീക്ഷത്തിലേക്ക് ഒഴുകിയെത്തി. പ്രപഞ്ചനാഥനെ വണങ്ങി ആരാധനാ നിർവഹണത്തിൽ നിന്നും
വിശ്വാസികൾ വിരമിച്ചു. ഇതോടെ ഭക്തിസാന്ദ്രമായ ആത്മീയ സമ്മേളനത്തിന് തുടക്കമായി. പണ്ഡിതന്മാരും സാദാത്യങ്ങളും തിങ്ങി നിറഞ്ഞ പ്രൗഢഗംഭീരമായ വേദി. ശൈഖുന കാന്തപുരം ഡോക്ടർ ഉമർ അബ്ദുള്ള കാമിൽ, കലന്തർ മസ്താൻ റഹ്മാനി തുടങ്ങിയ പ്രമുഖർ ധന്യമാക്കി. 10,000-കണക്കിന് വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ മർക്കസ് നഗർ. ആത്മീയ സംതൃപ്തിയിൽ ആറാടിയ മണിക്കൂറുകൾ. ജീവിതധന്യത തേടിയെത്തിയ ഭക്തജനങ്ങൾ ദിക്റിന്റെ വിശുദ്ധ ചൈതന്യത്തിൽ ധാർമ്മിക ബോധത്തിന്റെ സുകൃതപാഠങ്ങൾ നെഞ്ചേറ്റി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. മർക്കസ് വാർഷിക സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മജ്ലിസായ ദിക്ർ മജ്ലിസ്, ആത്മീയ സമ്മേളനം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ ദിക്ർ ഹൽഖയിൽ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ മഹാന്മാരായ സാദാത്തുക്കൾ പ്രാർത്ഥിക്കും. ആമുഖമായി ആത്മീയ പ്രഭാഷണം നടത്താൻ വന്നിരായ മൗലാന കലന്തർ മസ്താൻ റഹ്മാനി അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഏതാനും സമയം നമ്മോട് പ്രഭാഷണം നടത്തും. സുന്നത്തുൽ ജമാഅത്തിൻ അടിപ്പടை என்பது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களை ബഹുമാനിப்பதும் அவர்களோடு சம்பந்தப்பட்டவைகளை ബഹുമാനിப்பதுം அவர்களோடு சம்பந்தப்பட்டவர்களை ബഹുമാനിப்பதுം ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களையும் அந்த மகான்மார்களையும் இத்திபா செய்வதும் தான் சுன்னத்துல் ஜமாஅத்தின் அடிப்படை. வெறுமனே இத்திபா செய்வது என்பது சுன்னத்துல் ஜமாஅத் அல்ல. மஹப்பத்தோடு கூடிய இத்திபாவும் அலமத்தோடு கூடிய இத்திபாவும் சுன்னத்துல் ஜமாஅத்தின் அடிப்படை. இந்த அடிப்படையைத்தான் நமது மகான்களாகிய முன்காமிகள் நமக்கு தெரிவித்தும் நமக்கு விளக்கப்படுத்தியும் தந்திருக்கிறார்கள். ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களை மாத்திரமல்ல, அவர்களோடு சம்பந்தப்பட்ட ஒரு சிறு முடியையும் வெகுமானித்த சமூகம் இந்த சமூகம். அவர்கள் வெட்டி கழிந்த ஒரு நகத்தின் துண்டையும் வெகுமானித்த சமூகம் இந்த சமூகம். அவர்கள் அணிந்திருந்த கால் செருப்பையும் கூட கௌரவித்து வெகுமானித்த சமூகம் இந்த சமூகம். ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லமோடு தொடர்புடையவர்களை கண்ணியப்படுத்தி கௌரவப்படுத்திய சமூகம், சமுதாயம் இந்த சமுதாயம். சுன்னத்துல் ஜமாஅத்தினுடைய நிலையில் ஸ்திரமாக இருந்து ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களையும் அவர்கள் வழிவந்த மகான்களான பெருமக்களையும் அவர்கள் வழி வாழ்ந்த மகான்களான பெருமக்களையும் முறையோடு மஹப்பத்தும் அவர்களை தஅலீமும் செய்து இத்திபா செய்யும் சுன்னத்துல் ஜமாஅத்தின் கோட்பாட்டில் உறப்பாக இருந்து உண்மை சுன்னத்துல் ஜமாஅத்தை ஸ்தாபிக்கிற நிலைநாட்டுகிற பங்களிப்பை நாம் எல்லாரும் செய்ய வேண்டும். மர்கசு சகாஃபத்து சுன்னியாவுடைய மகத்தான இந்த பட்டமளிப்பு விழாவினுடைய தொடக்க நிகழ்வாக கருதக்கூடிய இந்த புனிதமிக்கு திக்ர் மஜ்லிஸில் வருகை தந்திருக்கக்கூடிய தமிழகத்திலிருந்து பல உலமாக்களும் பல பகுதிகளில் இருந்தும் அல்லாஹ்வுடைய பெரும் கருணையினால் இன்றைக்கு சுமார் 1000 பேர்கள் அல்லாஹ்வுடைய தௌஃபீக்கினால் தமிழகத்திலிருந்து வருகை தந்திருக்கிறார்கள்.
இது மிகப்பெரிய ஒரு வெற்றியாக இந்த வருடத்தில் அது கருதப்படுகிறது. எல்லா பகுதியிலே இருந்தும் அல்லாஹ்வுடைய தௌஃபீக்கினால் மர்கஸு ஸகாஃபத்து சுன்னியாவுடைய உஸ்தாதாக இருக்கக்கூடிய ஏபி உஸ்தாத் அவர்கள் இன்றைக்கு தமிழகத்திலேயும் அல்லாஹ்வுடைய பெரும் கருணையினால் ஒரு மிகப்பெரிய ஒரு வெற்றியை அவங்க ஈட்டிக் கொண்டிருக்கிறார்கள். அதனுடைய தொடக்கமாக மாயவரம் மிஸ்பாஹுல் ஹுதா அரபிக் காலேஜினுடைய தலைவராக அதனுடைய பொறுப்பாளராக உஸ்தாத் அவர்களை சென்ற வருடம் தேர்ந்தெடுத்திருக்கிறார்கள் என்ற மகிழ்ச்சியான செய்தியை உங்களுக்கு நாங்கள் தெரிவித்துக் கொள்கிறோம். அந்த அடிப்படையில் தமிழகத்தில் இருந்தும் உலகத்தின் பல்வேறு பகுதிகளில் இருந்தும் இந்த புனிதமான மஜ்லிஸுக்கு தங்கள்மார்கள் வருகை தந்திருக்கக்கூடிய இந்த புனிதமான மஜ்லிஸுக்கு வருகை தந்திருக்கக்கூடிய உங்கள் அத்துணை பேர்களையும் வருக வருக என்று மர்கஸு ஸகாஃபத்து சுன்னியா என்கிற இந்த மகத்தான ஸ்தாபனத்தின் மூலமாக உங்கள் அனைவரையும் அன்போடு வரவேற்று உஸ்தாத் அவர்கள் இப்படி ஒரு வாய்ப்பு இந்த மிஸ்கீனுக்கு தந்ததற்காக உஸ்தாத் அவர்களுக்கு நன்றி கூறி விடைபெறுகிறேன். பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம். யா அய்யுஹல்லதீன ஆமனு اذ்குருல்லாஹ ذِكْرًا كَثِيرًا وَسَبِّحُوهُ بُكْرَةً وَأَصِيلًا. هُوَ الَّذِي يُصَلِّي عَلَيْكُمْ وَمَلَائِكَتُهُ لِيُخْرِجَكُمْ مِنَ الظُّلُمَاتِ إِلَى النُّورِ. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: لا تقوم الساعة حتى لا يبقى في الأرض من يقول الله الله. إن هذا المجلس العاقر مجلس عقد للذكر والدعاء ولمدح النبي صلى الله عليه وسلم. إن شاء الله نحن في هذا المجلس نذكر الله ونثني عليه ونحمده ونصلي على رسول الله صلى الله عليه وسلم وندعو الله تعالى لغفران ذنوبنا ولسلامة إيماننا ولقضاء حوائجنا ولحسن عاقبتنا. نرحب لجميع الحضار ترحيبا حارا من طرف جامعة مركز الثقافة السنية الإسلامية. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബാഹ്യമായ ഭക്ഷണം, ബാഹ്യമായ വെളിച്ചം, ബാഹ്യമായ വെള്ളം, ബാഹ്യമായ സുഖം, ഇത് കിട്ടുന്നതിലുപരി നമുക്ക് ആത്മീയമായ വെളിച്ചം കിട്ടണം, ആത്മീയമായ ഭക്ഷണം കിട്ടണം, ആത്മീയമായ ശുദ്ധീകരണം ലഭിക്കണം. അപ്പോഴാണ് നാം ശരിയായ മുഅ്മിനാകുന്നത്, അപ്പോഴാണ് നാം ശരിയായ മുസ്ലിമാകുന്നത്. ദിക്ർ ചൊല്ലിയാൽ മാത്രം പോരാ, ദിക്ർ മാത്രം ചൊല്ലിയതുകൊണ്ട് മാത്രമായില്ല. ഈ ചൊല്ലുന്ന ദിക്ർ കൊണ്ട് നമ്മുടെ ഖൽബ് ശുദ്ധിയാവാൻ സാധിക്കണം. ദിക്ർ 3 തരത്തിലുണ്ട്. ഒന്ന്, നാവ് കൊണ്ട് ദിക്ർ ചെല്ലുന്നു, ഹൃദയം യാതൊരു ബന്ധവുമില്ലാതെ നാവ് കൊണ്ട് ദിക്ർ ചെല്ലുന്നവർ. മറ്റൊന്ന്, ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും ദിക്ർ ചെല്ലുന്നു. ദിക്ർ ചെല്ലുന്ന സമയത്ത് അവന്റെ ഖൽബില് അല്ലാഹുവിനെ അവൻ ഓർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് അവൻ ദിക്ർ ചെല്ലുന്നു.